ഹലോ, വെൽക്കം ബാക്ക് ടു മിനിഷി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കോളറിലേക്ക് ചുരിദാർ കട്ട് ചെയ്തായിരുന്നല്ലോ, അത് തയ്ക്കാൻ പോവാണേ. അപ്പം അത് തയ്ക്കുന്നത് ഞാൻ വിശദമായിട്ട് കാണിക്കാം. കോളർ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് കണ്ട് ഇന്ന് പഠിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കോളറിനൊക്കെ വെട്ടാനായിട്ട് നമ്മൾ 3 ഇഞ്ച് വിഡ്ത്താണ് എടുത്തേക്കുന്നത്. അതേപോലെ 3 ഇഞ്ച് നമ്മൾ നെക്കിന്റെ ഇറക്കം എടുക്കുക. എന്നിട്ട് നമ്മൾ അതങ്ങ് മാർക്ക് ചെയ്തേക്കാമേ. മൊത്തം നമുക്ക് ഒരു 7.5 ഇഞ്ച് വേണം, കഴുത്തിന്റെ ഓപ്പണും ചേർത്ത്. അപ്പം ഇത് ആദ്യം നമ്മളങ്ങ് മാർക്ക് ചെയ്തേക്കാം. ഫുൾ റൗണ്ടിൽ മാർക്ക് ചെയ്യരുത്, കുറച്ചിങ്ങനെ ഒരു വി പോലത്തെ ഷേപ്പ് വേണം. ഫുൾ റൗണ്ട് നല്ല നമ്മൾ സാധാരണ റൗണ്ട് വെട്ടുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ആക്കരുത്. ഇതങ്ങ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തു. ക്യാൻവാസ് വെച്ച് തയ്ച്ച് കാണിക്കാമേ. ഇതങ്ങനെ ഇരിക്കും. ബാക്ക് നെക്കിൽ ഞാൻ ഒരു 3/4 ഇഞ്ച് കട്ട് ചെയ്യുവാണേ. 3/4 ഇഞ്ച്, ഇതാണ് 3/4 ഇഞ്ച് ബാക്ക് നെക്കും കട്ട് ചെയ്തു. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, മൊത്തം നമുക്ക് 7.5 ഇഞ്ച് നെക്കാ വേണ്ടുന്നത്. അതിൽ 3 ഇഞ്ച് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 4.5 ഇഞ്ചും കൂടെ നമുക്ക് നെക്ക് വേണം. അപ്പൊ അത് 4.5 ഇഞ്ചിനായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. 4.5 ഇഞ്ചില് ലൈൻ വരച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന്, ഒരു 1/2 3/4 ഇഞ്ചില് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വി. നമുക്കൊരു ഓപ്പൺ വേണമല്ലോ കഴുത്തിൽ പോകണമെങ്കിൽ. ഒരു വി വരയ്ക്കുക. ചെറിയൊരു പേസ് എടുത്തിട്ടാണ് വി വരച്ച് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമ്മള് ഇതുപോലെ ഒരു പീസ് വെട്ടിയെടുത്ത് നമുക്കിപ്പോൾ അതേ വെച്ച് തയ്ക്കണം. നമുക്കിപ്പോൾ തയ്ച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന പീസ് ഈ ഒരു തുണി എടുത്തിട്ട് അതിലോട്ട് വെച്ച് തയ്ക്കാം. തയ്ക്കോ ഒട്ടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമേ. ഇതിപ്പോ നമുക്ക് ഇതങ്ങ് സൈഡ് മടക്കി തയ്ക്കാം. ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മളിപ്പം കഴുത്തൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങ് എടുക്കുക. എടുത്തിട്ട് കറക്റ്റ് സെന്റർ നോക്കി ഒരു മാർക്ക് കൊടുത്ത് കറക്റ്റ് സെന്ററിൽ മാർക്ക് ചെയ്തിട്ട് ഇത് വെച്ചിങ്ങനെ നമുക്ക് തയ്ക്കാം. കറക്റ്റ് ഇതിന്റെ സെന്റർ നോക്കാം. ഇതിന്റെ സെന്റർ നോക്കി ഇതിങ്ങനെ അങ്ങ് വെട്ടിയിട്ട് ഇത് തിരിച്ച് നമ്മളൊരു പതിയൽ തയ്യൽ തയ്ക്കാം. ഇതങ്ങ് മടക്കി അകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് അങ്ങ് വെക്കണേ. പിന്നെ മണ്ടയ്ക്ക് തയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. വൃത്തി അയൺ ചെയ്തതാണ് നല്ലത് കേട്ടോ. സ്റ്റിച്ച് അതേപോലെ ഇവിടെ ഒരു സ്റ്റിച്ച്. ഇപ്പൊ നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഞാൻ തന്നെ ലാസ്റ്റാണ് കഴുത്ത് വെക്കുന്നത്.
നമുക്ക് ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്തിട്ട് കൈയും വെക്കാം. കറക്റ്റായിട്ട് എടുത്ത് പിടിച്ച് ഇത് ജോയിൻ ചെയ്ത് ഇപ്പൊ നമുക്ക് കൈ മടക്കി തയ്ക്കാമേ. കയ്യിൽ പൈപ്പിംഗ് ഒക്കെ വെക്കണമെന്ന് കരുതിയിട്ടാ ചെറുതായിട്ട് വെച്ച്. പിന്നെ ഞാൻ ഓർത്ത് പൈപ്പിംഗ് വേണ്ട, കാര്യം ചെറിയ 2 മടക്കങ്ങ് തയ്ക്കുവാന്നേ. വേറെ ഈ കളറ് പാൻ്റ് അല്ല, അത് കറുത്ത പാൻറ്റിന്റെ ഒക്കെ കൂടെ ഇടാമല്ലോ, ഒന്നും വെക്കാതിരുന്ന. മടക്കി അടിച്ചു. ഇപ്പൊ നമുക്ക് കൈ ഇതിൽ അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണേ. ഓൾറെഡി കട്ട് ചെയ്ത് കണ്ട ഇവിടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഈ സെന്ററിൽ വെക്കണം. വെച്ചിട്ട് നമ്മൾ പിടിച്ച് നോക്കിയിട്ട് വേണം തയ്ക്കാനേ. കറക്റ്റ് ഈ നോച്ചും കൂടെ ഒന്നിച്ച് വെക്കണം. ഇതിലൊക്കെ ബാക്കിലോട്ട് എടുത്ത് വെച്ചേക്കണേ ജോയിന്റ്. ലൈനിങ് ഇല്ലാത്ത തുണിയാ, വലിക്കരുത്, സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതുപോലെ ഈ കൈ വെക്കാം. നമ്മൾ 2 കൈയും വെച്ച് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ടക്ക് പിടിക്കാം. ടക്കിന് മാർക്ക് ഇവിടെ ഉണ്ടേ. നമുക്ക് സൈഡ് മടക്കി അടിക്കാം. സൈഡ് അടിക്കാനായിട്ട് കൈക്ക് ഈ സൈഡിൽ മാർക്കുണ്ടേ. ആ മാർക്ക് നമ്മൾ നോക്കിയിട്ട് തയ്ക്കണം. ഇവിടെ കൈ രണ്ടും കൂടെ ഇതേപോലെ ഒരേപോലെ കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ പിടിച്ചു വെച്ചാലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതങ്ങ് പോകും. പ്രത്യേകിച്ച് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഈ തുണി ഒരു ലിനൻ കോട്ടൺ ആണേ. അപ്പൊ അതങ്ങ് പെട്ടെന്ന് വലിയുകയും ചെയ്യും. ഈ കയ്യിലും അതുപോലെ ഈ സൈഡിൽ മാർക്കുണ്ട്. സ്ലിറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് 1 ഇഞ്ച് തുണി മടക്കിയിട്ട് അത് വീണ്ടും ഒരു ഫോൾഡും കൂടെ ചെയ്താൽ കറക്റ്റ് ആവും.
ഇതിന്റെ എല്ലാം ഈ സൈഡിൽ കൂടി ഒരു സെക്കൻഡ് സ്റ്റിച്ച് ഞാൻ കൊടുത്തേക്കാമേ. നമ്മുടെ ചുരിദാറിന്റെ പണി കഴിഞ്ഞ് ഇനി കോളർ വെക്കണം. ഇത് നമുക്ക് കോളർ കട്ട് ചെയ്യാമേ. ഇപ്പൊ നമ്മള് കോളർ വെട്ടാൻ പോവാണേ. കോളർ വെട്ടാനായിട്ട് നമ്മൾ ക്യാൻവാസ് മടക്കുന്നത്, സാധാരണ നമ്മൾ നെക്ക് വെട്ടാൻ ക്യാൻവാസ് മടക്കുന്നത് ഇങ്ങനല്ലേ. ഇപ്പൊ കോളർ വെട്ടാൻ നമ്മൾ ക്യാൻവാസ് മടക്കുന്നത് ഇങ്ങനെ ഇതാ, ഇത് ഇങ്ങോട്ട് മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് വെട്ടി ശരിയാക്കി എടുക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ട്. ഇതാ, ഇതിപ്പോ നമ്മൾ അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ. അല്ലെ കട്ട് ചെയ്യണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇതാണ് ഫോൾഡ്. ഈ ഫോൾഡിൽ നിന്ന് നമ്മള് 3 ഇഞ്ച് നെക്ക് വിട്ടെടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്, ഇറക്കം എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പം നമുക്ക് മൊത്തം 6 ഇഞ്ചാണ് വേണ്ടുന്നത് നെക്ക്. മൊത്തം നമുക്ക് വിട്ട് 3 ഇഞ്ച്, ഇറക്കം 3 ഇഞ്ച്, മൊത്തത്തിൽ 6 ഇഞ്ചാണ് വേണ്ടത്. ആദ്യത്തെ വിട്ട് നമുക്ക് ഇവിടെ എടുക്കാം 3. കണ്ടോ, ഇത് വിട്ട് ഇവിടുന്ന് നമ്മള് നേരെ ഇവിടെ ഒരു 6 ഇഞ്ചിലോട്ട് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് എന്റെ 3 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. ഞാനത് പറഞ്ഞുതരാമേ. എന്നില്ലേ, ഇതൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഇവിടുന്ന് 3 തന്നെയല്ലേ നോക്കണം. ഇവിടുന്ന് 3, ഇവിടുന്ന് 3, ഇവിടുന്ന് 3. അതായത് ഇത് നമ്മളുടെ നെക്കിന്റെ വിട്ട് 3 ഇഞ്ച്. അതാണ്, ആ 3 ഇഞ്ചാണ് ഇവിടുന്നും വരുന്നത്. ഇത് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമേ. 3 ഇഞ്ച്. ഇത് നമ്മുടെ ഇറക്കമാണ്. ഇതൊരു സ്ക്വയർ കൊടുത്തേക്കാം. എന്നിട്ട് ഇവിടുന്ന് നമ്മളൊരു 1.25 ഇഞ്ച് ഇങ്ങോട്ടൊരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇതാണ് നമ്മുടെ കഴുത്തിന്റെ അകവശം. നമുക്കിനി കഴുത്ത് ജോയിൻ ചെയ്യാന് ഉള്ള പീസ് സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് 3/4 ഇഞ്ചാണ് വേണ്ടുന്നത്. 3/4 ഇഞ്ചാണ് നമുക്ക് കോളറിന്റെ വീതി വേണ്ടുന്നത്. അപ്പം 3/4 ഇഞ്ച് എല്ലായിടത്തും 3/4 ഇഞ്ചായിട്ട് ഞാൻ ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാമേ ഏതാന്നൊക്കെ അറിയാത്തവർക്ക്. 3/4 ഇഞ്ച്. ഇപ്പൊ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കണം. കറക്റ്റ് ആയിരിക്കും നമ്മുടെ കോളറിനുള്ള. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്നാ, ഇതൊന്ന് പിൻ ചെയ്യണം. എന്താ, പിൻ ചെയ്തു. ഇവിടെയും ഒരു പിന്ന് കൊടുത്തേക്കാം, മാറിപ്പോകാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തൂന്നങ്ങ് വെട്ടിയെടുത്തേക്കാം. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. തയ്ക്കുമ്പം നമുക്ക് പുതുതായിട്ട് തയ്ക്കുന്നവർക്ക് കുറവും കൂടുതലൊന്നും വരാതിരിക്കും. നെക്ക് അളവ് കുറഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാമായിരുന്നേ. എടുക്കാതെ വെച്ചേക്കുന്നത് പുതുതായിട്ട് തയ്ക്കുന്നവർക്ക് തയ്ച്ചു വരുമ്പോ നെക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ. അപ്പൊ ഞാന് തയ്ക്കുമ്പോ കാണിക്കാതെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഈ സ്പോട്ടേ കൂടെ നമ്മൾ ഡോട്ട് ഇട്ടേക്കുന്നിടത്ത് കൂടെ വെട്ടി വരണം. അപ്പം ഡോട്ടിൽ കൂടെ നമ്മൾ വെട്ടി വന്നു. അപ്പൊ നമുക്ക് നെക്കിന്റെ ഉൾവശവും വെട്ടിയെടുക്കാം.
ഇപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയോയെ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നെക്കിന്റെ വീതി, ഇതാണ് നെക്കിന്റെ വീതി, ഇതാണ് ഇറക്കം എന്ന് പറഞ്ഞില്ലേ, കഴുത്തിന്റെ റൗണ്ട് ഇതാണെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാണെന്ന് ഇതാണ് നെക്കിന്റെ വീതി, ബാക്കിയുള്ളത് കഴുത്തിന്റെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കമാണെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം ഇത് രണ്ടും അങ്ങ് ഊരിയെടുത്തിട്ട് ഇതല്ലേ ഞാൻ വീതിയാണെന്ന് പറഞ്ഞേ, ഇതാ മാർക്ക് കൊടുത്തേക്കാമേ. നമ്മുടെ കഴുത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വേണ്ട, ഇത് ബാക്ക്. ഇത് AC ഓടുന്നോണ്ടാ ഭയങ്കര കാറ്റടിക്കുന്നത്, ഞാൻ താഴെ ഇരിക്കുന്നത്, അങ്ങനെ പറക്കുന്നത്. ഇതാ ഇത് ഇങ്ങനെ വരും കഴുത്ത്. മനസ്സിലായോ എന്നെ കോളർ എങ്ങനെ വെട്ടുന്നതെന്ന്, കോളർ എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? ഇതൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു ആരംഭത്തിൽ, അതുകൊണ്ട് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞിരുന്നത്. ഇങ്ങനെ വെട്ടിയാൽ എങ്ങനെയാടാ ഇങ്ങനെ ആകുന്നത്, കോളർ ഇങ്ങനല്ലേ ഇരിക്കുന്നത്, ഇവരെന്താ ഇങ്ങനെ വെട്ടുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇതാ ഇങ്ങനെയാണ് കോളർ ഇരിക്കുന്നത്. ഇവിടെ ആണ് ബാക്ക് സൈഡ്. നമ്മൾ ഫോൾഡ് ചെയ്തിരുന്നത് ഇങ്ങനെ, തുണിയെ ഫോൾഡ് ചെയ്തിരുന്നത് ഇങ്ങനെ. അപ്പൊ നമുക്ക് സൂചി എടുത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാമേ. ഇപ്പൊ കോളർ ഇങ്ങനെ വെച്ച് നമുക്ക് അയൺ ചെയ്തുകൊണ്ട് വരണം. ഒരു തുണിയില് ഉള്ളിയുടെ അകവശം വെച്ച് കോളർ ഇങ്ങനെ വെച്ച് നമുക്കിപ്പം അയൺ ചെയ്ത് എടുത്തുകൊണ്ട് വരണം. ഇതിന്റെ ഷേപ്പിൽ തന്നെ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം വേറൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ പുറത്തോട്ട് വെച്ച് നല്ല പീസും കൂടി ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് നമ്മളിപ്പം ഇതിന്റെ അകത്തൂന്ന് അങ്ങ് തയ്ച്ചു വരണം. അകത്ത് കണ്ടോ, അകത്ത് വശം തയ്ച്ചു ഇട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ മടക്കി അഴിക്കാനുള്ള തുണി വിട്ടിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. അതേപോലെ ഇവിടെ ഇച്ചിരി തുണി ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകവും വെട്ടാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ക്യാൻവാസിലോട്ട് ഇവിടെ ഈ എഡ്ജ് അങ്ങ് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ചുരിദാറിൽ തയ്ക്കാനുള്ള പീസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ സെന്ററിൽ ഒരു അടയാളം കൊടുത്തേക്കാം, ചിന്ന ഒരു നോച്ചിട്ടേക്കാം. ഇത്ര തുണി വേണ്ട എങ്കിൽ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. ഇപ്പൊ ഇതിരിക്കട്ടെ. നമുക്ക് കറക്റ്റ് നെക്കിന്റെ സെന്റർ വശം എടുക്കണം. സെന്റർ പാർട്ട് എടുത്ത് ഒരു മാർക്ക് ചെയ്തിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലോ ആ പീസ് ഇതിന്റെ അകവശത്ത് വെക്കണം. അകവശത്ത് വെച്ചിട്ട് എത്രയുണ്ടോ അത് വെച്ച് നമ്മളങ്ങ് തയ്ക്കണം. ഒന്നങ്ങ് തയ്ച്ചെടുക്കാം നമ്മളെ. എന്നിട്ട് ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് തയ്ക്കണം ബാക്കി.
ഈ ഷോൾഡറിന്റെ തയ്യല് ബാക്കിലോട്ട് എടുത്ത് വിടണേ, ജോയിന്റ് സ്റ്റിച്ച്. ഇപ്പൊ നമ്മള് പിന്നെ അകവശം ജോയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ഈ രണ്ട് പീസിനെയും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ഈ ഓരത്തിന്ന് ഇതാ ഇങ്ങനൊരു തയ്യൽ കണ്ടോ, കാണുന്നുണ്ടോ തയ്ച്ചേക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ ഉള്ളതിന് നമുക്ക് ക്യാൻവാസ് പീസ് കറക്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ, എക്സ്ട്രാ നമ്മൾ തുണി ഇട്ടതാ അത്. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് മടക്കി ഇവിടെ ഒക്കെ ശരിയാക്കി ഇപ്പൊ നമുക്ക് തയ്ച്ചു തുടങ്ങാം. തയ്ക്കണ്ട, ഇവിടുന്ന് തയ്ക്കണ്ട, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ഈ ഷോൾഡർ ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റ് വരെ കറക്റ്റ് പിടിച്ചോണ്ട് വരാം. ജോയിന്റ് വരെ കറക്റ്റ് പിടിച്ചു കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് തയ്ക്കാം. ഷോൾഡറിൽ നിന്ന് തയ്ച്ചു വരാം. അവിടുന്ന് തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ ചുരുക്കടിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് തയ്ച്ചു വരാം. കറക്റ്റ് തയ്ച്ചതിന്റെ പുറത്തോട്ട് വെച്ചുകൊണ്ട് തയ്ച്ചു വരണേ. ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതങ്ങ് തയ്ക്കും. ഇപ്പൊ നമുക്ക് തുണി തികയാതെ അങ്ങനൊന്നും വരത്തില്ല. ഇതാണ് മെയിൻ കാരണം. ഇവിടെയും കറക്റ്റ് എടുത്തു വിട്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇവിടുന്ന് അങ്ങ് തയ്ക്കാം.
ഇതാ കോളർ നെക്ക് തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? കോളർ വലിയ കഷ്ടമാണോ? ഈസി അല്ലേ? നീറ്റായിട്ട് വന്നില്ല കോളർ. ഞാൻ പാൻറ്റും കൂടെ തയ്ച്ചിട്ട് ഇട്ട് കാണിക്കാമേ. ഈ കളർ പാൻറ്, ഈ ഒരു റോസ് കളർ പാൻറ് എടുത്തിട്ടുണ്ട്. അതും കൂടെ തയ്ച്ചിട്ട് ഒന്നിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഒരു വീഡിയോയിൽ ഇതിടാം. ലൈനിങ് വെക്കാമായിരുന്നെന്ന് തോന്നിപ്പം. കടക്കാരാ പറഞ്ഞത് ഭയങ്കര നല്ല കട്ടിയുണ്ട് ലൈനിങ്ങിന്. തുണിക്ക് ഇച്ചിരി വില കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ശരി ലൈനിങ് കൂടെ വേണ്ട. അപ്പൊ കോളറിനൊക്കെ കുർത്തി തയ്ച്ചത് കണ്ടല്ലോ. ഇനി എല്ലാരും തയ്ക്കുമല്ലോ. എല്ലാരും ഇതേപോലെ കോളറിനൊക്കെ തയ്ക്കണേ. അപ്പൊ ടാറ്റ ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ ബൈ, സി യു.